സർക്കാർ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ട്യൂഷൻ എടുക്കാൻ പാടില്ലെന്നും സർക്കാരിന്റെ ചട്ടവിരുദ്ധങ്ങൾക്ക് എതിരാണ് ഈ നടപടിയെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഇക്കാര്യം വിജിലൻസും പോലീസും പരിശോധിക്കുമെന്നും പരീക്ഷാ പേപ്പറിലെ ചില ചോദ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നതിനെ തുടർന്ന് അന്വേഷണം നടത്തുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ലകളിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം തുടരുന്ന 6 പള്ളികളിലും അടുത്ത വാദം കേൾക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ജനുവരി 29-30 തീയതികളിൽ കേസ് വിശദമായി പരിശോധിക്കും. ഒഡീഷയിൽ നിന്ന് തീവണ്ടിയിൽ ഒറ്റപ്പാലത്തേക്ക് കഞ്ചാവ് കടത്തിയതിനെ തുടർന്ന് കൊടുവള്ളി കരിങ്കമൺ കുഴിയിലെ യുവതി എക്സൈസിന്റെ വലയിലായി. കോതമംഗലത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മരണമടഞ്ഞത് കുട്ടമ്പുഴ സ്വദേശി എൽദോസ് എന്ന യുവാവാണ്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മലയാളിയുമായ പി മാധവൻ നമ്പൂതിരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. 1953 തിരമാല എന്ന സിനിമയിലൂടെ നായകനായി വന്ന തോമസ് ബെർലി അന്തരിച്ചു. അവസാനമായി അഭിനയിച്ചത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡബിൾ ബാരൽ എന്ന സിനിമയിലായി. തമിഴ്നാട്ടിൽ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ കയറിയ സംഗീത സാമ്രാട്ട് ഇളയരാജയെ തിരിച്ചിറക്കി ക്ഷേത്ര ഭാരവാഹികൾ. ശ്രീവില്ലിപുത്തൂർ ആണ്ടാർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലാണ് ഇളയരാജ കയറിയത്. ക്ഷേത്ര ആചാരപ്രകാരം ഭക്തർക്ക് ശ്രീകോവിലിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതോടെ അദ്ദേഹം തിരിച്ചു പോരുകയായിരുന്നു. മതത്തിന്റെ പേരിൽ പ്രവർത്തികൾ നടക്കുമ്പോൾ മതം നിരോധിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയവും നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാടിന് കേന്ദ്രത്തിന്റെ കൈത്താങ്ങായി അടിയന്തര സഹായമായ 944.80 കോടി അനുവദിച്ചു. RSSകാരനായ സവർക്കർക്കെതിരായ പരാമർശത്തിൽ ലക്നൗ കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചത്. SOG കമാൻഡോ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി. മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊണ്ടോട്ടി അരീക്കോടിലാണ് ഈ സംഭവം. പ്രശസ്ത തബലിസ്റ്റ് സക്കീർ ഹുസൈൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സക്കീർ ഹുസൈനെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. കൊണ്ടോട്ടി സ്വദേശി നടത്തുന്ന MEC7 എന്ന പ്രസ്ഥാനമാണ് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. വ്യായാമത്തിന്റെ മറവിൽ നിക്ഷിപ്ത താൽപര്യങ്ങൾ ഓടിച്ചു കടത്തുന്നു എന്ന വിമർശനത്തെ തുടർന്ന് ഈ പ്രഭാത വ്യായാമ കൂട്ടായ്മ വിവാദത്തിലായി. ജമാഅത്തെ ഇസ്ലാമി, നിരോധിത പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ ഈ കൂട്ടായ്മകളിൽ നുഴഞ്ഞുകയറി തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ 7 എന്നതാണ് MEC7ന്റെ പൂർണ്ണരൂപം. 7 പ്രധാന വ്യായാമ മുറകളുടെ സംയുക്തമാണിത്. ക്യാപ്റ്റൻ സലാഹുദ്ദീൻ എന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് MEC7ന്റെ ഉപജ്ഞാതാവ്. വ്യായാമത്തിൽ മതപരമായി ഉന്നയിക്കപ്പെടുന്ന പല കാര്യങ്ങളും സംശയമുയർത്തുന്നവയാണ്. ഇതിനെ തുടർന്നാവ MEC7 വിവാദമുയർത്തുന്നത്. മുഴുവൻ വാർത്തകൾക്ക് പ്രധാന വാർത്തകൾ കാണുക. വാർത്തകൾ വായിക്കുന്നതിന് റീൽസ് കാണുക. വാർത്തകളും എന്റർടൈൻമെന്റ് വീഡിയോകളും കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.